ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. ഒരുപാട് പേര് കുറേ നാളായിട്ടുണ്ട് എന്നോട് ആവശ്യപ്പെടുന്ന കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് മസാലയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് 2-3 ചേരുവകൾ ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അളവാണ് മസാലപ്പൊടി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം തന്നെയും കൂട്ടിയെടുത്താലും മതിയാകും. അപ്പോൾ എങ്ങനെയാണ് കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് മസാലപ്പൊടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കാറ്ററിംഗുകാർ ബീഫ് ബിരിയാണിയിലും ബീഫ് കറികളിലൊക്കെ ചേർക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം തന്നെ മസാലകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമേ നമ്മൾ എടുത്തിട്ടുള്ളത് 60 ഗ്രാം അളവില് പെരിഞ്ജീരകമാണ്. ഇനി നമ്മുടെ മസാലയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് 50 ഗ്രാം അളവില് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ട സ്പെഷ്യൽ മസാലയാണ് ഇത്. സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഈ ഒരു മസാലയിലേക്ക് ഈ ഒരു ഇല ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് പ്രത്യേക മണമൊക്കെയാണ് കിട്ടുക. അതിനുശേഷം നമുക്ക് പിന്നീട് വേണ്ടത് ബേ ലീഫാണ്. ബേ ലീഫ് നിങ്ങൾക്ക് പച്ച ഇല കിട്ടുവാണെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയാണ്. മല്ലി എടുക്കുമ്പോൾ ചെറുമല്ലി നോക്കി വേണം എടുക്കാനായിട്ടും. ഇതുപോലുള്ള മല്ലി വാങ്ങി കറി തയ്യാറാക്കുമ്പോഴാണ് കറികൾക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇനി വറ്റൽമുളക്, കുരുമുളക്, കറിയാമ്പൂ. ഇനി നമുക്ക് വേണ്ടത് തക്കോലമാണ്. തക്കോലം എടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു സീഡിനെ നീക്കം ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വയറിനൊക്കെ അസുഖം വരാനും സാധ്യതയുണ്ട്. ഈ ഒരു സീഡിനെ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു ചെറിയ കയ്പൊക്കെ കറിക്ക് വരാൻ സാധ്യതയുമുണ്ട്. ഞാൻ ഈ എടുത്തിട്ടുള്ള മസാലകളുടെ കറക്റ്റായിട്ടുള്ള അളവുകളെല്ലാം തന്നെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത്രയും മസാലകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലുള്ള ചുവട് കെട്ടിയുള്ള ഉരുളിയാണ് ഏറ്റവും നല്ലത്. ഉരുളിയെ നല്ലതുപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ചധികം തന്നെ സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മസാലയ്ക്ക് എടുക്കുമ്പോൾ ഏലക്കയുടെയും പെരിഞ്ജീരകത്തിന്റെയും അളവ് കൂട്ടിയെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള മസാലകളുടെ കൂടുതൽ അളവുകൾ എടുക്കാവുന്നതാണ്. മസാലകളെ മൊരിയിച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ലവണ്ണം തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. മസാലകളുടെ കളറ് ഒരു തരി പോലും മാറാതെ വേണം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. നിങ്ങൾക്ക് ഈ ഒരു മസാലയിലേക്ക് കാഷ്യൂസ് ഒന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിക്കോളൂ. നമ്മുടെ കറികൾക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കാഷ്യൂസ് ചേർത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ മസാലയിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമ്മുടെ മസാലകളെല്ലാം നല്ലവണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലകൾ ഒരു തരി പോലും കളറൊന്നും മാറി വന്നിട്ടില്ല. അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മൊരിയിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതേ ഒരു രീതിയിലാണ് നമുക്ക് മസാലയെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ മസാലയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ചൂടാറി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസാലയുടെ ചൂടെല്ലാം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഉണക്കിയെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചു കൂടിയെടുക്കണം. നമുക്ക് ഈ മസാലയെ 2 തവണ കൊണ്ടാണ് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ പൊടിച്ചെടുത്ത മസാലയെ ഒരു ബൗളിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. ആദ്യ തവണ പൊടിച്ചു കഴിഞ്ഞാൽ അടുത്തതും നമുക്കിതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മസാലകളെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, കാറ്ററിംഗുകാരുടെ സ്പെഷ്യൽ ബീഫ് മസാല. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫ് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ 1 കിലോ ബീഫിന് 1.5 സ്പൂൺ അളവ് മാത്രം ചേർത്താൽ മതിയാകും. കൂടുതൽ ക്വാണ്ടിറ്റി ചേർക്കേണ്ട ഒരാവശ്യവുമില്ല. അതുപോലെ തന്നെ 1 കപ്പ് കടലക്കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് 1/2 സ്പൂൺ അളവിൽ മാത്രം മസാല ചേർത്താൽ മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫ് ബിരിയാണിയുടെ മസാലയ്ക്കാണെങ്കിൽ 2 സ്പൂൺ അളവിൽ മാത്രം ചേർത്താൽ മതിയാകും. ഈ ഒരു മസാല ചേർക്കുമ്പോൾ ഗരം മസാല പൊടിയുടെ ഒരാവശ്യവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ മസാലപ്പൊടിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കല്ലേ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.